ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യു വാസ് തേർഡ് പാർട്ടി, അതായത് നിങ്ങളോ തേർഡ് പാർട്ടി, ആരോടാണ് ഇവർക്ക് കൂടുതൽ സ്നേഹം എന്നുള്ള റീഡിങ്ങുമായിട്ടാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് തേർഡ് പാർട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരുടെ ആ ഒരു ഒപ്പീനിയൻ ഇവർ തേർഡ് പാർട്ടിയോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി അംഗീകരിച്ചില്ലെങ്കിൽ ഇവർ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വിഡ്രോ ചെയ്യാനുള്ള ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി സമ്മതിച്ച് റിലീസായി പോയാൽ അത്രയും നല്ലത്. ഇല്ല എങ്കിൽ ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കും. ഇവർ തേർഡ് പാർട്ടിയായിട്ട് ഒഴിഞ്ഞു പോയാൽ കുഴപ്പമില്ല. ഇല്ല എങ്കിൽ ഇവർ എൻഡാക്കും, റിലീസായി പുറത്ത് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം. പക്ഷേ ആ തീരുമാനം എടുക്കാൻ തേർഡ് പാർട്ടി സമ്മതിക്കുന്നില്ല. തേർഡ് പാർട്ടി ഇവരെ ഇങ്ങനെ സ്ലോ എനർജിയിൽ, അതായത് എത്രത്തോളം ഇവർ സ്റ്റക്കായിട്ടിരിക്കുമോ അത്രത്തോളം തേർഡ് പാർട്ടിക്ക് നല്ലത്. നിങ്ങളുമായിട്ട് ഒന്നാവത്തില്ലല്ലോ. അതിന് വേണ്ടി തേർഡ് പാർട്ടി ഇവർക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സമ്മതിക്കാതിരിക്കുകയാണ്. പക്ഷേ ഇവർക്കിനി അത് പറ്റത്തില്ല. എന്തായാലും എൻ്റെ തീരുമാനം ഞാൻ എടുത്തിരിക്കും, തേർഡ് പാർട്ടി എന്തായി പോണെങ്കിൽ പോട്ടെ എന്നുള്ള ആ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചിട്ടും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അത് നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും. അപ്പോൾ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ് ഇതാണ്. ഇനി നിങ്ങളെ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ദൂരെ മാറി നിൽക്കുക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. നിങ്ങളാണ് ഇവരുടെ ഡെസ്റ്റിനി എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഇവർ നിങ്ങളെ ഒത്തിരി അഡ്മയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക, അതായത് നിങ്ങളോട് ഡിസ്റ്റൻസ് വച്ച് നിൽക്കുന്നത് ഇവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ഉണ്ടാകുന്നത്. നിങ്ങളില്ല എങ്കിൽ ഇവർ സാഡ് എനർജിയിലാണ് ഉള്ളത്. ഈ ഒരു ടൈം പീരീഡിൽ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്നാണ്. കൂടാതെ നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നൽകണമെന്നാണ്. അതായത് നിങ്ങളും ഇവരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സമാധാനപരമായിട്ട് അവസാനിച്ച് നിങ്ങളെ മാരേജോട് കൂടിയുള്ള കമ്മിറ്റ്മെൻറ്റ് തരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, സെപ്പറേഷനിലാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളും ഇവരും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സമാധാനപരമായിട്ട് അവസാനിച്ച് നിങ്ങളുടെ കൂടെ ഇവർക്ക് ഇരിക്കണം, കുറേ സംസാരിക്കണം, നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റ് ക്രിയേറ്റ് ആകണം, സെലിബ്രേഷൻ ഉണ്ടാകണം. ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യം പീസ്ഫുള്ളായിട്ട് നടക്കുകയാണ് എങ്കിൽ കുഴപ്പമില്ല. പീസ്ഫുള്ളായിട്ട് നടന്നില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു വൈബ് വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കണം, നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരണം എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ റൊമാൻറ്റിക് ഫീലിങ്സും ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സും കൂടുതലായിട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു ഇമോഷനും എനർജിയും വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും കോണ്ടാക്റ്റിൽ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. കുറേ ആൾക്കാർ ഇപ്പോഴും കോണ്ടാക്റ്റിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ എപ്പോൾ വരും, നിങ്ങൾ തമ്മിൽ എപ്പോൾ സംസാരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ ബേർലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ ഇവർ ഒരു ജയിലിൽ അകപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനെ ത്യജിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള മിക്കവാറും ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും രണ്ട് സിറ്റുവേഷൻ ബാലൻസ് ആക്കി കൊണ്ടുപോവുകയാണ്. ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് തേർഡ് പാർട്ടിയും. അപ്പോൾ വരാൻ പോകുന്ന സമയം എന്തെങ്കിലും ഒരു ന്യായം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഡിസിഷൻ എടുക്കുന്നതായിട്ട്, അതായത് നിങ്ങൾക്ക് ഫേവറായിട്ട് ഡിസിഷൻ വരാൻ പോകുന്ന സമയം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു എനർജി എപ്പോഴാണ് റെസൊനേറ്റ് ആകുന്നത് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ മിനിമം 3 hours മാക്സിമം 3 days നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊനേറ്റ് ആകുന്നതാണ്.
ഇനി ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ 3 മാസം വരെ നോക്കുക. 3 മാസം വരെ നോക്കിയിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ പേഴ്സണൽ റീഡിംഗ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കുക പേഴ്സണൽ റീഡിങ്ങിലൂടെ. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക. പക്ഷേ ഈ ഒരു 3 മാസം നിങ്ങൾ ഒരു എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് വയ്ക്കരുത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വരും, മെസ്സേജ് ചെയ്യും, തീരുമാനം എടുത്ത് എന്നെ ഇപ്പോൾ വിളിക്കും എൻ്റെ പേഴ്സൺ, അങ്ങനെയൊന്നും ഒരു എക്സ്പെക്റ്റേഷനും വയ്ക്കരുത്. കാരണം എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷമമാകുന്നത്. കാരണം നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്തില്ല എങ്കിലോ കോളോ മെസ്സേജോ ചെയ്തില്ല എങ്കിലോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ തകർന്നു പോകും, വിഷമിച്ച് പോകും. അതുകൊണ്ട് വിത്തൗട്ട് എക്സ്പെക്റ്റേഷനിൽ നിങ്ങൾ ഇരിക്കുക ഈ 3 മാസം. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ പെട്ടെന്ന് 3 ദിവസം കൊണ്ട് അവരെ കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. കുറച്ച് സമയമെടുക്കും. ഭാര്യയായാലും ഭർത്താവിനായാലും വിട്ടിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 3 മാസം നിങ്ങൾ നോക്കാൻ. ഇനി എപ്പോൾ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകും, നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴാണോ എൻഡ് ആകുന്നത്, കാർമിക് സിറ്റുവേഷൻ എപ്പോഴാണോ റിലീസായി പോകുന്നത് ആ സമയത്തല്ലാതെ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാവുന്ന കാര്യം കുറച്ച് പാടാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യൂണിയന് സമയമെടുക്കും. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും എൻഡായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലോങ് ടേം യൂണിയൻ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരം, അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ മിനിമം 5 ദിവസത്തിനകം അല്ലെങ്കിൽ മാക്സിമം 9 ദിവസത്തിനകം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സംസാരിക്കും. അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരും. പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ വേണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഈ ഒരു തേർഡ് പാർട്ടി എൻഡ് ആയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.